നമസ്കാരം എല്ലാവർക്കും ദ റൂട്ട് 66-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിക്ടോറിയ മഹാറാണിയുടെ സ്റ്റാച്യുവിന് മുന്നിൽ കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ മൂന്നാമത്തെ ദിവസമാണ്. മനോഹരമായ കൊൽക്കത്ത കാഴ്ചകളുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ ദിവസം ഐശ്വര്യമായിട്ട് നമ്മളുടെ വിക്ടോറിയ മെമ്മോറിയലിന് മുന്നിൽ നിന്ന് തുടങ്ങുകയാണ്. അവിടെ വിക്ടോറിയ മഹാറാണി അച്ചായനെ നോക്കിയിട്ട് കയറി വാടാ മക്കളെ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ യാത്രയിൽ തിത്തിലി നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഗൈഡാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നമുക്ക് അതോട്ട് പോയി കാഴ്ചകളൊക്കെ. വിക്ടോറിയ മെമ്മോറിയൽ കൽക്കട്ട മാത്രമല്ല, വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത് അലഹബാദിലുണ്ട്, ലക്നൌവിലുണ്ട്, ചെന്നൈയിലുണ്ട്. ഇന്ത്യയിൽ മൊത്തം 4 വിക്ടോറിയ മെമ്മോറിയൽസ് ഉണ്ട്. ആ 4 വിക്ടോറിയ മെമ്മോറിയൽ വെച്ചിട്ട് പുലി വിക്ടോറിയ മെമ്മോറിയൽ ഇതാണ്. നമ്മുടെ താജ്മഹൽ പണിത് അതേ മാർബിൾ കൊണ്ടാണ്, മക്രാന മാർബിൾ കൊണ്ടിട്ടാണ് ഈ സാധനം നിർമ്മിച്ചിരിക്കുന്നത്. താജ് ഓഫ് രാജ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് താജ്മഹലിനെ താജ്മഹലിനെ ഒരു വെല്ലുവിളി എന്നുള്ള രീതിയിലാണ് ഈ സാധനം നിർമ്മിച്ചതെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലോർഡ് കഴ്സൺ ഉണ്ടല്ലോ, നമ്മുടെ കഴ്സൺ പ്രഭു, മൂപ്പര് പറഞ്ഞിട്ട് വിക്ടോറിയ മഹാറാണി മരിച്ചതിന് ശേഷം മൂപ്പര് പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അതെ, പുള്ളി അന്നത്തെ നമ്മുടെ വൈസ്രോയ് ആണ് അദ്ദേഹം. അതായത് ശരിക്കും വിക്ടോറിയ മഹാറാണി, അതായത് പുള്ളിക്കാരി ഇന്ത്യയിൽ വന്നിട്ടില്ല. പുള്ളിക്കാരി 1901 അതായത് 1901 പുള്ളിക്കാരി മരിക്കുന്നത്. അത് 81 വയസ്സുണ്ടെന്ന് പുള്ളിക്കാരിയുടെ മരണശേഷം 1906 നമ്മുടെ, അതായത് ലോർഡ് കേഴ്സൺ ഇങ്ങനെ ഒരു സംഭവം വിക്ടോറിയയുടെ ഇതിനു വേണ്ടിയിട്ട് നല്ല എണ്ണം പറഞ്ഞൊരു സാധനം താജ്മഹലിനെ വെല്ലുന്ന രീതിയിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കേഴ്സൺ പറഞ്ഞിട്ട് നമ്മുടെ ജോർജ് അഞ്ചാമൻ, വെയിൽസിന്റെ പ്രിൻസ് ഓഫ് വെയിൽസ്, അന്ന് നമ്മുടെ ഡയാന രാജകുമാരിയുടെ വെയിൽസിലെ അന്നത്തെ പ്രിൻസ് ആയിരുന്നു ജോർജ് അഞ്ചാമനാണ് ഇതിന്റെ ശിലാസ്ഥാപനം നടത്തുന്നതും. 1906 എന്നിട്ട് 1906 ഇതിന്റെ പണി തുടങ്ങിയിട്ട് പൊതുജനങ്ങൾക്കായിട്ട് ഈ സാധനം തുറന്നു കൊടുക്കുന്നത് 15 വർഷങ്ങൾക്ക് ശേഷം 1921 പൊതുജനങ്ങൾക്ക് ഈ സംഭവം തുറന്നു കൊടുക്കുന്നത്. അതായത് നമ്മുടെ വാരൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ് ആണ്. അതായത് നമ്മുടെ മുർഷിദാബാദ് ആയിരുന്നല്ലോ ആദ്യത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് 1700 മധ്യകാലഘട്ടത്തിൽ പുള്ളിക്കാരൻ കൽക്കത്തയിലോട്ട് മാറ്റുകയും കൽക്കത്ത പിന്നീട് ഇതൊരു പോർട്ട് സിറ്റിയാണ്. ശരിക്കും കൽക്കട്ട വളരുകയും ബോംബെയും മദ്രാസും പോലുള്ള പോർട്ട് സിറ്റികളും ഇതിൻ്റെ കീഴിൽ വന്നതാണ്. 1911 കൽക്കട്ടയിൽ നിന്ന് ക്യാപിറ്റൽ ദില്ലിയിലേക്ക് മാറ്റുന്നത്. ശരിക്കും ഈ സാധനം ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വേറൊരു നിർമ്മിതി ഉണ്ടായിരുന്നു, അറിയോ? അത് പലരും അങ്ങനെ ഇത് പറഞ്ഞു പോകാത്തൊരു സംഭവമാണ്. ഇതിന് മുമ്പ് ഇതിവിടെ ശരിക്കും ഒരു ജയിലായിരുന്നു. അതായത് പ്രസിഡൻസി ജയിലായിരുന്നു ഈ സംഭവം. ഇതിവിടെ വരുന്നതിന് മുമ്പായിട്ട് ആ ജയിൽ പുൾ ഡൗൺ ചെയ്തിട്ട് ഇവിടുന്ന് അലിപ്പൂരിലേക്ക് ആ ജയിൽ മാറ്റിയിട്ടാണ് ഇവിടെ കിടിലൻ ഒരു എന്താ പറയുക ഉദ്യാനവും ഈ ഒരു സാധനങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കിടക്കാച്ചി ഒരു ഗാലറി, ഒരു മ്യൂസിയം ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് നോക്കാം അതിനകത്ത് കയറാൻ പറ്റുമോന്ന്, ക്യാമറ കയറ്റാൻ പറ്റുമോ അറിയത്തില്ല. ഏതാണ്ട് 28,000-ൽ പരം വർക്കുകൾ നമ്മുടെ തോമസും പിന്നെ നമ്മുടെ ഡാനിയൽ വില്യം എന്നാണ് തോന്നുന്നത്, അവരുടെ ഒരു ഡ്യുവോ ആണ്. അവരുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ വർക്കുകളുണ്ട്. അതായത് ഒരു 3.5 നൂറ്റാണ്ട് കാലത്തെ, ഒരു 300-350 വർഷത്തിന് മേളിലുള്ള ഇന്ത്യയുടെ ചരിത്രവും അല്ലെങ്കിൽ ഈ സബ് കോണ്ടിനെൻ്റ് നമ്മുടെ ഉപഭൂഖണ്ഡത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന പല സംഭവങ്ങളും നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് കാണാം. അതായത് 1850-കളിലാണ് നമ്മൾ ആദ്യം ഒരു റിവോൾട്ട് നടക്കുന്നത്. ബ്രിട്ടീഷുകാർ നമ്മുടെ ഇത് നടത്തുകയും ഇവിടെ ഇത് ഉറപ്പിക്കുന്നതും, എന്നിട്ട് ഇവിടെ വിക്ടോറിയ രാജകുമാരി ഇന്ത്യയുടെ അധികാരിയായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു 1870-കളിൽ എന്തോ ആണ്. അതിനുശേഷം ആണ് ഏകദേശം 1901 വരെ, മരിക്കുന്നതിന് വരെ 81-ാം വയസ്സ് വരെ ഇവിടുത്തെ മെയിൻ ആളാണ്. പക്ഷേ ഒരിക്കൽ പോലും ഇന്ത്യയിൽ പുള്ളിക്കാരി വന്നിട്ടില്ല എന്നുള്ളതാണ് യാതൊരു. ഇതൊക്കെയാണ് വിക്ടോറിയ ഇതിൻ്റെ ചെറിയൊരു സംഭവം. നമ്മുടെ ലോർഡ് കഴ്സൺ പ്രഭുവിൻ്റെ ഒരു സ്റ്റാച്യു ആണ് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ബാക്ക് സൈഡിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അടുത്ത് നമുക്ക് ഒരു പള്ളി പോയി, ഒരുപാട് നാളായി പള്ളി പോയിട്ട്. അച്ചായന് ഭയങ്കര ഹൈപ്പർ ടെൻഷൻ കേട്ടോ. അത് കാരണം ഒന്ന് BP ചെക്ക് ചെയ്യാക്കാന്ന് വെച്ച് ഞങ്ങൾ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ കയറിയതാണ്. നല്ല കിടുക്കാച്ചി ഡയഗ്നോസ്റ്റിക് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിടുക്കാച്ചി സെൻറ്റർ ഒരു മരത്തിൻ്റെ കീഴിൽ ഒരു പുള്ളിക്കാരൻ പാരറ്റസ് ഒക്കെ വെച്ച് നിൽപ്പുണ്ട്. 10 രൂപയാണ് BP നോക്കാനും വെയിറ്റ് നോക്കാനുമായിട്ടുള്ളത്. ഇത് ഇവിടെ പൈസ ചോദിച്ച ഒരു കൊച്ച് നമ്മുടെ തിത്തിലിയെ വട്ടം പിടിച്ചിരിക്കുക. ചോദിച്ചേ. അടുത്തത് നമ്മൾ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ. എന്താണ് ചായ ഇതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്കറിയത്തില്ല. സെൻറ്റ് പോൾ കത്തീഡ്രൽ ഇത് കൽക്കട്ടയിലെ ഏറ്റവും ആദ്യത്തെ, ഇവിടെ ശരിക്കും വേറൊരു സെൻറ്റ് ജോൺസ് എന്ന് പറഞ്ഞ ഒരു പള്ളിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൽക്കട്ടയിലെ അന്നത്തെ യൂറോപ്യൻ പോപ്പുലേഷൻ കൂടി വരുന്ന സാഹചര്യത്തിൽ
എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്നപ്പോൾ പൗലോസ് അപ്പസ്തോലൻ്റെ പേരിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഇത്. ഇത് ഇൻഡോ ഗോത്തിക് ശൈലിയിലാണ് ഈ സാധനം. ഇൻഡോ ഗോത്തിക് എന്ന് പറയുമ്പോൾ ശരിക്കും ഗോത്തിക് ശൈലിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ക്ലൈമറ്റിനെ കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഓവർസീസിലുണ്ടാക്കിയ ആദ്യത്തെ ന്യൂ ബിൽറ്റ് ചർച്ചും ഏഷ്യയിലെ ആദ്യത്തെ ഇതുമാണ്, കത്തീഡ്രലുമാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 2 ഭൂമി കുലുക്കങ്ങൾക്കൊക്കെ ഭയങ്കര കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ട് പിന്നീട് അതിനെ വേറെ രീതിയിലൊക്കെ അതിന് പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇതിനകത്ത് കിടക്കാച്ചി ഒരു ലൈബ്രറി കാര്യങ്ങളൊക്കെ ഉണ്ട്. 1847 അത് 1839 ഈ സാധനം പണി തുടങ്ങി. 1847 സാധനം തുറന്നു. ഓക്കെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് തുറന്നൊരു ദേവാലയം. അതെ അതെ. ചർച്ചിൻ്റെ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചർച്ചിനകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും കട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നല്ല കിടിലൻ ഗ്ലാസ് പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട് അകത്ത്. ഇതിലെ ഗ്ലാസ് പെയിൻറ്റിങ്ങുകൾ അത് മാത്രമല്ല, നമ്മുടെ എന്താ പറയുന്നത്, ഈ കൊൽക്കത്ത ടൗൺ ഹാളിൻ്റെ പടികളിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ട ജോൺ പാക്സ്റ്റൻ്റെ ശവ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡാനിയൽ വിൽസൺ, ഇപ്പോൾ പുള്ളിക്കാരൻ്റെയും സംഭവം ഇവിടെ തന്നെയാണ്. പിന്നെ അതിനകത്ത് അക്രൈസ്തവരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെയും ഇവിടുത്തെ വലിയ ബിലീവേഴ്സായിട്ടൊക്കെ ഉണ്ടായിരുന്നവരുടെയും അവരുടെ ഭാര്യമാരുടെയും ഒക്കെ ഇത് ഹെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് അതിനകത്ത് പറയാനുള്ള സംഭവം ഇതാ, ഇവിടെ കയറി വരുമ്പോഴാണ് അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തു. എൻ്റെ വണ്ടിയുടെ അപ്പുറത്ത് ആ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടോ, അത് 10 രൂപ പാസ് എടുത്തിട്ട് വേണം പള്ളിയിൽ. ഇതൊരു ദേവാലയമാണ്. ഒരു ദേവാലയത്തിൽ ഒരാൾ പോയി പ്രാർത്ഥിച്ചിട്ട് അവൻ്റെ കയ്യിലുള്ളതിനനുസരിച്ച് അവിടെ ഒരു കാണിക്ക ഇടുന്നതിനൊന്നും നമ്മളെതിരല്ല. അത് അവരുടെ അല്ല. ഇപ്പം പാസ് വെച്ച ആളെ ദൈവത്തിനെ കാണാൻ പൈസ കൊടുത്തു. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ആ പുള്ളിക്കാരോട് ഞാൻ ചോദിച്ചു, ഒരാൾക്കകത്ത് കയറി പ്രാർത്ഥിക്കണം, ആളുടെ കയ്യിൽ പൈസ ഇല്ല, ഒരു പാവപ്പെട്ടവനാണ്, അവൻ എങ്ങനെ കയറും? അത് ഞങ്ങൾക്ക് അറിയത്തില്ല. പാസ് ടിക്കറ്റ് എടുത്തിട്ട് പള്ളിക്കകത്ത് കയറാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ബിർള പ്ലാനറ്റോറിയം ഉണ്ട്. എൻ്റെ നേരെ മുന്നിലായിട്ട് അവിടെ ആയിട്ടാണ് നമ്മുടെ വിക്ടോറിയ മെമ്മോറിയൽ വരുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കാശ് കൊടുത്ത് കൈക്കൂലി കൊടുത്ത് അകത്ത് കയറാം. കർത്താവിനെ കാണാൻ കാശില്ല, കാശില്ലാത്തവൻ കർത്താവിനെ കാണുന്നുണ്ടായിരുന്നു. കാശുള്ളവന് മാത്രമേ കർത്താവ് ഇങ്ങനെയുള്ളവനെയൊക്കെയാണ് പണ്ട് ചമ്മട്ടിക്ക് പിന്നെ യെരുശലേം ദേവാലയത്തിൽ നിന്നല്ലേ അടിച്ച് വെള്ളി കളഞ്ഞു. ചമ്മട്ടിയുമായിട്ട് ഇനിയും ഇറങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതെ അതെ. അതുപോലെ തന്നെ കൽക്കട്ടയിൽ കാണേണ്ട ഒരു സംഭവമാണ് നമ്മളുടെ ഫോർട്ട് വില്യം. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അത് ജസ്റ്റ് കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇപ്പം. അതായത് ഏതാണ്ട് 70 ഹെക്ടറിന് ഉള്ളിൽ അല്ല അത്രയും പരന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ബംഗാൾ പ്രസിഡൻസിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു സംഭവം. ഒത്തിരി ചരിത്ര പ്രാധാന്യമൊക്കെയുള്ള കൽക്കട്ടയൊക്കെ ഇത് ഇവിടുത്തെ എന്താ പറയുക, ശരിക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം കൈയാളുന്നതും പിടിച്ചടക്കുന്നതൊക്കെ കൽക്കട്ടയിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അതിനകത്തൊരു വലിയ പങ്ക് വഹിച്ച സംഭവമൊക്കെയാണ് ഈ ഫോർട്ട് വില്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അത് കാരണം നമുക്ക് അകത്തോട്ട് അന്തർ ഗുസ്നെ നൈ ദേത്ത അല്ലേ. അതാണ് നമ്മൾ അടുത്ത ഒരു നമ്മുടെ സ്വന്തം സിമിട്രി കാണാമാണ്. സിമിട്രി ആ കാണുന്നതാണ് നമ്മുടെ സ്വന്തം നാഗാലാൻഡ് ഹൗസ്. നമ്മുടെ അല്ല, നിങ്ങളുടെ എൻ്റെ സ്വന്തം നാഗാലാൻഡ് ഹൗസ്. നടന്നു കറങ്ങി ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമായി ഞങ്ങൾ വന്നു പെട്ടത് ഏതോ ഒരു ബിരിയാണി കളിക്കാത്ത നല്ലൊരു മസ്ജിദ്. ആദ്യം ഞങ്ങൾ ഇങ്ങനെ ഫുഡ് തപ്പുമ്പോൾ ആദ്യം മസ്ജിദ് എവിടെ മസ്ജിദ് ഉണ്ടെന്ന് അതിൻ്റെ സൈഡിൽ കിടക്കാച്ച് ബിരിയാണി ഉണ്ട് ഉറപ്പാണ്. ഇവിടെയുള്ള മസ്ജിദിൻ്റെ സൈഡിൽ നമുക്കൊരു ബിരിയാണി കട കിട്ടും. പക്ഷേ ഇച്ചിരി ലേറ്റായി പോയി. മട്ടൻ ബിരിയാണി ഒരെണ്ണം കിട്ടിയുള്ളൂ. അത് നമ്മുടെ തിത്തിലിരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട്. കഴിക്കാം, ബാക്കി നടത്തം തുടരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗത്ത് പാർക്ക് സെമിട്രി. മഹാരഥന്മാർ അന്തിയുറങ്ങുന്ന ഒരു സ്ഥലം, ഒരു കിടക്കാച്ച സെമിട്രി. ഇത് ശരിക്കും എന്നാ പറയുന്നത്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെമിട്രികളിൽ ഒന്നാണ്. അതായത് ഒന്നെന്ന് പറയാൻ, അതായത് അന്നത്തെ കാലത്ത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും പുറത്തുള്ള ഏറ്റവും വലിയ ക്രിസ്ത്യൻ സെമിട്രി എന്ന് പറയുന്ന ഇതായിരുന്നു. ഇത് ശരിക്കും ആക്ച്വലി ഒരു നോൺ ചർച്ച് സെമിട്രിയാണ് ഇത് ശരിക്കും. അങ്ങനെ ചർച്ചിൻ്റെ ഉടമസ്ഥതയിലോ അങ്ങനത്തെ ഉള്ളൊരു സംഭവം അല്ല ഇത്. പിന്നെ ഇത് ശരിക്കും ഇതിനകത്ത് ഒത്തിരി കേടുപാടുകളും നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അത് കാലപ്പഴക്കം കൊണ്ടുണ്ടായതല്ല. ഇവിടുത്തെ ഒരു വലിയ ബിസിനസ് ഫാമിലി ഈ സംഭവം എടുത്തിട്ട് ഇത് മുഴുവൻ ഇടിച്ച് കളഞ്ഞിട്ട് ഇവിടെ ആർട്ട് ഗാലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലായിരുന്നു. അപ്പം അത് അവർ ഓൾറെഡി ഇതിനകത്ത് വന്ന് ഇത് കല്ലറകളിൽ ഇടിച്ച് കളയാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഹൈക്കോടതി ഇടപെട്ടിട്ട് പിന്നീട് അത് നിർത്തലാക്കിയിട്ട് അതിനകത്തൊരു 1-2 പ്രമുഖരുടെയൊക്കെ ഉണ്ട്. അതൊക്കെ സംഭവം റിസ്റ്റോറൊക്കെ ചെയ്തു. എന്നിട്ട് അവരോടത് നിർത്തി വെക്കാൻ പറഞ്ഞു. അങ്ങനെ പക്ഷേ അന്നേരത്തേക്കിന് തന്നെ ഭയങ്കര ഒരു വലിയ നാശനഷ്ടം ഓൾറെഡി അവർ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം.
ഇത് ശരിക്കും 1767 മറ്റോ തുടങ്ങിയതാണ്. ശരിക്കും യൂറോപ്യൻസ് 1790 ഈ സാധനം ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, പക്ഷേ എനിക്കൊന്ന് 1800-കളുടെ തുടക്കകാലം ഘട്ടം വരെയൊക്കെ ഇതിൻ്റെ അകത്ത് അടക്കങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. 363 എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഒരു ശവക്കല്ലറയുണ്ട്. ആരുടെയാണെന്നറിയത്തില്ല, മേ ബി ആൾക്ക് അങ്ങനെ പേരോ കാര്യങ്ങളോ അറിയിക്കണമെന്നില്ല, അതിൻ്റെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. 1768 തോന്നുന്നു ഇതിനകത്ത് ആദ്യത്തെ അടക്കം. ഒരു മിസ്സസ് പിയേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിയുടെ ശവക്കല്ലറാണ് ഇതിനകത്ത് ആദ്യത്തേത്. ഇവിടെ നമുക്ക് പിരമിഡ് പോലെ ഒരു കല്ലറ കാണാം. ആരുടെ ആയിരുന്നു വെച്ചാൽ ഇത് ശരിക്കും എലിസബത്ത് ജെയിൻ ബാർവെൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരി അതായത് നമ്മുടെ റിച്ചാർഡ് ബാർവെൽ എന്ന് പറഞ്ഞ ആളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. റിച്ചാർഡ് ബാർവെൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അവിടെ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് എന്താ പറയുന്നത് ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളും, അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു മെമ്പർ ഓഫ് കൗൺസിലും കൂടെ ആയിരുന്നു പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ്റെ ഭാര്യ 23-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരിയുടെ ഇതിനു വേണ്ടിയിട്ട് ഉയർത്തിപ്പൊക്കിയിരിക്കുന്ന ഒരു സംഭവമാണിത്. ഒരുപാട് കിടിലൻ കല്ലറകളോടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും. ഇത് ശരിക്കും അതായത് ഈ സിറ്റിയുടെ നടുക്കുണ്ടായിരുന്ന വേറൊരു ചെറിയ ഒരു സെമിത്തേരി ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് സ്ഥലം തികയാതെ വന്നപ്പോഴത്തേന് അവിടുത്തെ ഒരു കൺജഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങിയൊരു സാധനമാണ് ഇത്. ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം. കൽക്കട്ടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഇവിടുത്തെ ന്യൂ മാർക്കറ്റും ചാന്ദിനി മാർക്കറ്റും. ചാന്ദിനി മാർക്കറ്റ് കൂടെ ചെറിയ മാർക്കറ്റ് ഒന്നുമല്ല, കിടിലൻ മാർക്കറ്റാണ്. ഹായ്, കൊൽക്കത്തയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മധുരം. ഇതാതോ ജീൻസ് കിത്തിനൊക്കെ 350 350 രൂപയ്ക്കൊക്കെ ഇവിടെ ജീൻസ് കിട്ടും കേട്ടോ. ശാംപുവാന്റെ കാലത്തുള്ള തേപ്പ് പൊട്ടി. ഒരു ഇന്ത്യയുടെ ഫ്ലാഗും ഒരു അമേരിക്കയുടെ ഫ്ലാഗും മേടിച്ചിട്ടുണ്ടെങ്കിലും വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട്. കൊൽക്കത്തയുടെ ഒരു കാഴ്ചയെ ഇന്നും മനുഷ്യനെ വലിക്കുന്ന വണ്ടിയുള്ള ഒരു സ്ഥലമാണ് കൊൽക്കത്ത. ഈ കാണുന്നതൊക്കെ മൊബൈൽ സർവീസ് ചെയ്യുന്ന കടകളാണ്, എല്ലാം റോഡ് സൈഡിൽ. ഇങ്ങോട്ട് നടക്കണം. നമ്മളങ്ങനെ ചാന്ദിനി മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കാണുന്നതാണ് ചാന്ദിനി മാർക്കറ്റ്. ചാന്ദിനി മാർക്കറ്റ് ഈ ഇരിക്കുന്നതിലധികം സാധനങ്ങൾ ജുഗാഡ് സാധനങ്ങളാണ് കേട്ടോ. ഇത് ഹാർഡ്വെയർ സാധനങ്ങളാണ് കേട്ടോ. നട്ട് ബോൾട്ട് സാധനങ്ങൾ, മൊബൈൽ ഹോൾഡർ, ഇലക്ട്രോണിക് സാധനങ്ങൾ, മൊബൈലിൻ്റെ സ്ക്രീൻ ഗാർഡ്, അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ലൈറ്റുകൾ, അത് ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഉപകാരമായിട്ടുള്ള ഒരുപാട് ലൈറ്റുകൾ, സാധനങ്ങൾ, ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, തുണിയുണ്ട്, കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, ബാഗുകളുണ്ട്, മൊബൈൽ ഹോൾഡർ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ലസ്സി കേട്ടോ, 50 രൂപ വലിയ ഗ്ലാസ്സിനകത്ത്. കമ്പ്യൂട്ടർ തൊട്ട് ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ വിമാനവേദത്തൊക്കെ മിസൈല്, പീരങ്കി, അങ്ങനത്തെ സാധനങ്ങളില്ല, പക്ഷേ എല്ലാ സാധനവും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുവിധം എല്ലാം. ഇത് ചേട്ടായി ഉറങ്ങുന്നുണ്ടോ? രാത്രി ചിലപ്പോൾ ഇവര് ഈ രാത്രി കച്ചവടക്കാരായിരിക്കും. അതെ. 100 രൂപയ്ക്ക് ഒരു ജീൻസ്. നമ്മൾ നേരത്തെ 350 കണ്ടു. ഇത് കണ്ടോ, റിക്ഷ. ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനെ വലിക്കുന്ന വണ്ടി ഉണ്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ പോകുന്നു. ഫുൾ ടൈറ്റാണ് ഇവിടെ, ടൈറ്റാണ്. നമ്മുടെ നാട്ടിലെ ഈ ചൈന ഫോണുകളൊക്കെ ഇപ്പൊ കാണാനില്ല, പക്ഷെ ഇവിടെ ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നമ്മൾ കൽക്കട്ടയിൽ വന്നിട്ട് ഇതുവരെ ഒരു സംഭവം കാണിച്ചില്ലായിരുന്നു. കൽക്കട്ടയുടെ സ്വന്തം ട്രാം ഇവിടെ നിൽപ്പുണ്ട്. ആൾക്കാർ വണ്ടിയൊന്നും നിർത്തി തരുന്നില്ല. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശുള്ളവർക്ക് ബ്രാൻഡഡ് ഡ്രസ്സുകൾ വേണമെന്നുണ്ട്, ബ്രാൻഡഡ് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷോപ്പുകളുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് എങ്ങനെയുള്ള എന്താ പറയുക, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പറ്റിയ ഫുട്പാത്ത് സെറ്റപ്പിലുള്ള ഡ്രസ്സുകളുമുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ നോക്കിയെടുത്തു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടും.
എന്തായാലും അടിപൊളിയാണ്, വിലക്കുറവാണ്. നമ്മൾ തിരിച്ച് ന്യൂ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നല്ല നടപ്പ് നടന്നു കേട്ടോ. വണ്ടി അവിടെ ആയിട്ട് കിടപ്പുണ്ട്. അരമണിക്കൂർ നേരത്തെ പാർക്ക് വിട്ടു പോയതല്ലേ അജുവേ? അതെ അതെ, ഒരു ദിവസം. കൊൽക്കത്തയിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രാൻഡ് ഒബ്രോയ് ഹോട്ടൽ അല്ലേ ചായ? ഹോട്ടലിന്റെ അവിടെയായിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റോഡിന്റെ നടുക്ക് പാർക്കിംഗ് ഉണ്ട്. പേയാൻ പാർക്കാണ് നടുക്ക്. ഇവിടെ വണ്ടി ഇട്ടിട്ട് പോവാം. അതൊരു ദിവസം മൊത്തം ഇട്ട് നമ്മളോട് ചോദിച്ചത് 350 രൂപയാണ്. അതെ, നമ്മള് മലയാളികളായതുകൊണ്ട് 300 രൂപയ്ക്ക് പരിപാടി കഴിച്ചില്ല. രൂപ നമ്മളെ 150 തേച്ച് നമ്മൾ അതിനകത്തുനിന്ന് 50 തിരിച്ചു വാങ്ങിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ടവർ എന്ന് പറയുന്നത്, അതായത് ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക്കൽ സർവേ ടവർ. അപ്പം അത് 75 അടി പൊക്കമുള്ള ഒരു സംഭവമാണ്. ഇത് 1831 ഉണ്ടാക്കിയാണ്. നമ്മുടെ ഒരു വലിയ ട്രിഗ്നോമെട്രിക് സർവേ നമ്മുടെ ജോർജ് എവറസ്റ്റ് ഓർക്കുന്നുണ്ടോ? നമ്മൾ സിൽവർ ലൈനൊക്കെ കാണിച്ച് നമ്മൾ 4 കാലുള്ള കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബീഫ് കുക്ക് ചെയ്ത സ്ഥലം, അത് ജോർജ് എവറസ്റ്റിന്റെ ബേസിൽ മൊസൂറിയിൽ. അപ്പം ആ ജോർജ് എവറസ്റ്റിന് ചെയ്ത വലിയ ട്രിഗ്നോമെട്രിക്കൽ സർവേയുടെ ഇതിന് വേണ്ടിയിട്ട്, അതായത് പുള്ളിക്കാരൻ അന്ന് എന്നാ പറയുന്നത്, ഇവിടുത്തെ സർവേ പ്രോജക്റ്റിൻ്റെ സർവേയറും അതിൻ്റെ സൂപ്രണ്ടൻറ്റും ഒക്കെ ആയിരുന്നു പുള്ളിക്കാരന്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരന് സമർപ്പിച്ചിരിക്കുന്ന സാധനമാണ് ഈ കാണുന്നത്. നൈറ്റ് ഉറക്കം വരുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ല, പിന്നെ ഇന്ന് അറിഞ്ഞ പറഞ്ഞ നടക്കുകയായിരുന്നു. നല്ല അറിഞ്ഞ ഫുഡും കഴിച്ചു. എമ്മാതിരി ഫുഡെന്ന് അറിയാം. ഉച്ചയ്ക്ക് 2 ബിരിയാണിയൊക്കെ തിന്ന്, 2 ലസ്സി, എമ്മാതിരി ലസ്സി അല്ലേ, വലിയ ലസ്സി 2 എണ്ണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ എന്തോ ലോക്കൽ. ഈ മച്ചിക്കോ ക്യാ ബോൾത്താ ഹൈ? ഫിഷ്. ये इसको बंगाली में बोलता है मोरला माछ, देसी फिश. ഓ മുറലാം എന്ന് പറഞ്ഞ ये ओ ये इसको बोलते हैं भोला माछ. ബോലാം. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ ഫിഷുകളാണോ? हाँ, थोड़ा टेस्ट करके देखो ना. ഞങ്ങള് आप भी बैठिए ना, अब कहाँ जा रहे हैं? दे रहा है. हाँ, लेके आइए ना. ഞങ്ങളെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചായിരുന്നു, എന്നാലും സമ്മതിക്കത്തില്ല മൂപ്പര് കഴിക്കാൻ. മാതിരി കഴിപ്പ്. അവള് തിറ്റിലി കഴിക്കുന്നുണ്ടെന്ന് അവള് കഴിക്കാൻ സാധ്യതയില്ല. അവള് അവക്കിട്ട് ഇന്ന് കൊടുത്ത പണി ഒരു 1.5 പണി. ഇനി വേറെ അവളെ അവളോട് വരത്തില്ല. ഈ നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം കൊച്ച് ഒറ്റ മോളാണ്. അത് കാരണം പുള്ളി എവിടെ പോയാലും കൊണ്ടു നടക്കുന്ന ആളാ. അപ്പൊ ഇന്ന് മൂപ്പർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ ഇട്ടതാ. എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അച്ഛാ അവസാനിപ്പിക്കാം. ഇത് നോക്കി വേറെ സാധനം വന്നതേ ഉള്ളൂ. ഉണ്ടോ? ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രികന് മറ്റൊരു യാത്രികനോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ഇതൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം മീനിന്റെ ഒരു 3 തരം ഡിഷ്. അപ്പൊ അച്ഛാ അവസാനിപ്പിച്ചേക്കാം. ഈ എന്നെ കൊല്ലാൻ പോവാണോ? എപ്പിസോഡ് അവസാനിപ്പിക്കാം. അങ്ങനെ അവസാനിപ്പിക്കാം. കുത്തിട്ടാ ഇതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് പറയുന്ന പോലെ എന്റെ മറ്റേ സാധനങ്ങളെല്ലാം നിങ്ങൾ അതുപോലെ ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി. ഇന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലേ? അതെ അതെ. പിന്നെ എല്ലാവരും ഉക്രൈനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ലോക സമാധാനത്തിന് വേണ്ടിയിട്ടും, അതായത് എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഈ വീഡിയോ വരുമ്പോഴത്തേക്കിന് ഉക്രൈനിലെ ജനത ഒരു സമാധാനം അനുഭവിക്കട്ടെ, യുദ്ധം ഒക്കെ പോട്ടെ, ഒരു നല്ലൊരു വാർത്ത. അപ്പം അങ്ങനെ ലോക നന്മ എല്ലായിടത്തും അല്ലേ പ്രശ്നങ്ങൾ, അതിരുകളൊക്കെ തുറന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ അല്ലേ? നമുക്ക് വെടിപ്പൊട്ടലുകളും ജീവനുകളും നഷ്ടപ്പെടാതെയും ഒക്കെ അല്ലേ? അത്രയൊക്കെ ഉള്ളു. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര, गुड नाइट.